ബിജെപിക്കെതിരെ തൊടുത്ത വോട്ടർ പട്ടിക വിവാദം സിപിഎമ്മിനെയും കോൺഗ്രസിനെയും തിരിച്ചടിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ചേർത്ത കള്ളവോട്ടുകളുടെ കണക്കുകളുമായി ഇരുപക്ഷവും ചെളിവാരി എറിയുകയാണ്. കൊച്ചി കോർപ്പറേഷൻ മുണ്ടംവേലിയിൽ കള്ളവോട്ടുകൾ ചേർത്തതിന്റെ തെളിവുകൾ കോൺഗ്രസ് പുറത്തുവിട്ടപ്പോൾ പ്രതിരോധത്തിലായത് സിപിഎം ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. മുന്നേറ്റം മുന്നിൽ കണ്ടുള്ള ഇടതു വലതു മുന്നണികളുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായാണ് കോൺഗ്രസും സിപിഎമ്മും നടത്തിയ വോട്ട് ചേർക്കൽ ക്രമക്കേടുകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. നിശ്ചിത കള്ളവോട്ടുകൾ ഓരോ ബൂത്തിലും ചെയ്യിക്കാൻ പാർട്ടി കേഡർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകി വരാറുള്ള സിപിഎം ഇതുപോലെയാണ് മറ്റുള്ളവരുമെന്ന് കരുതിയാണ് ബി.ജെ.പിക്കെതിരെ ആരോപണ ശരങ്ങൾ തൊടുക്കുന്നതെന്ന് ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കുന്നു. സിപിഎമ്മും കോൺഗ്രസും തൊടുത്തുവിട്ട വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണവും പരിശോധനകളും ചെന്നെത്തുന്നത് ഇരുപക്ഷവും നടത്തിയ ക്രമക്കേടുകളിലേക്കാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം ഇടതു വലതു മുന്നണികൾക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണെന്ന് ബി.ജെ.പി. നേതാവും എറണാകുളം ജില്ലാ പ്രഭാരിയുമായ ബി. രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസും സിപിഎമ്മും കള്ളവോട്ടിനെ പറ്റി ഇപ്പോൾ നടത്തുന്ന പ്രസംഗം തികച്ചും അനാവശ്യമായ, അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലും അത് പറയാൻ അർഹതയില്ലാത്ത ആളുകളാണ്. അനാവശ്യമായ വിവാദവും. ഇവിടെ സിപിഎമ്മിനെ സംബന്ധിച്ച് സിപിഎം നിരന്തരം കള്ളവോട്ട് അവരുടെ പാർട്ടി പരിപാടിയാക്കി മാറ്റുന്നവരാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വസതിയിൽ നിന്ന് ഓഫീസ് പല അഡ്രസ്സിൽ അദ്ദേഹത്തിന് വോട്ട് ചേർക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തതായിട്ട് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു. അതൊരു വി.ഡി. സതീശൻ മാത്രമല്ല, ഇതേമാതിരിയുള്ള കോൺഗ്രസിൻ്റെ ധാരാളം നേതാക്കൾ അവരുടെ പ്രവർത്തകരും ആ രീതിയിൽ നിരന്തരം കേരളത്തിൽ ചെയ്തു വരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ ഒരു വലിയ മാറ്റത്തെ, ആ മാറ്റം ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ പ്രതിഫലിക്കും എന്നുള്ള സിപിഎമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ആശങ്കയാണ് ആനുകാലികമായ ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനം. അതിനകത്തൊരു കാര്യവുമില്ല. കേരളത്തിൽ അവരുടെ ആശങ്ക അസ്ഥാനത്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും അവരുടെ അടിത്തറ തകരും. ബി.ജെ.പി. ഉജ്ജ്വലമായ മുന്നേറ്റമുണ്ടാക്കും. കൊച്ചി കോർപ്പറേഷനിലെ മുണ്ടംവേലിയിൽ ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 36 വോട്ടുകളായിരുന്നു ചേർത്തത്. തദ്ദേശ തിരഞ്ഞെടുപ്പിനായി 400 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിന്റെ വിലാസത്തിൽ 83 വോട്ടുകളും ചേർത്തിരുന്നു. ജനം, കൊച്ചി.